ചെപ്പവിട വർണ്ണക്കുടനി വരുമാവണി തിരുവിഴ ചെല്ലത്തമിഴി നൽകുത്തിരയുണരുമായിരം പുതുനിറം എന്റെ തിങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മലർത്തേൻകിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ അനു മോളിപ്പോഴും തെങ്കാശി പട്ടണത്തിലെ കണ്ണേട്ടനെ ഓർത്തിരിപ്പാണോ? ആണെങ്കിൽ ഓ, പെണ്ണിന്റെ പത്രാസ് കണ്ടാ തോന്നും തെങ്കാശി പട്ടണത്തിലെ കണ്ണ മുതലാളിനെ അവള് പ്രേമിക്കണേന്ന്. വല്ലാണ്ട് സുരേഷ് ഗോപി കളിക്കല്ലേ. അപ്പുറത്തെ വീട്ടിലെ കോഴിക്കണ്ണനെയല്ലേ, അഹങ്കരിക്കാൻ മാത്രമൊന്നുമില്ല കേട്ടാ. ദേ നാട്ടുകാരി തെണ്ടികൾ അങ്ങനെ പലതും പറയും. എന്നുവെച്ചിട്ട് എന്റെ കണ്ണേട്ടനെ വല്ലതും പറഞ്ഞാണ്ടല്ലോ. ദേ ചേച്ചിയാണെന്ന് നോക്കില്ല, ഒരൊറ്റ കീറങ്ങ് വെച്ച് തന്നാണ്ടല്ല. ആയിക്കോട്ടെ, നമ്മളൊന്നും പറയാനില്ല. അവസാനം സാമജവരഗമന നാഞ്ഞു ചൂസിയാളഗമന മനസ്സു മീതെ അടുപ്പ് ചെപ്പ് തകുണ ആകാതിരുന്നാതി. അമ്മേ, ഞാൻ ഇറങ്ങാട്ടാ. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടാ. പോട്ടെ, വേഗം ചെല്ലേ, കണ്ണ മുതലാളി ഇപ്പൊ പോ. എന്താണാവോ തമ്പുരാട്ടി ഇത്ര നേരത്തെ ഈ വഴി കൂടെ? അല്ല ഈ വഴിക്ക് ഒരു കോഴി മസാല വിൽക്കുന്ന ഒരു ജില്ലാ കളക്ടർ പോണ്ടെന്ന് കേട്ടേ. അപ്പൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. എന്തേ ഏമാൻ ഇഷ്ടായില്ലേ? അങ്ങനെ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. നീ നോക്കിക്കോ, എൻ്റെ ചിക്കൻ മസാല വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരും. ആദ്യം നാട്ടുകാർ മൊത്തം വാങ്ങും, പിന്നെ കേരളം മുഴുവൻ വാങ്ങും, പിന്നെ അങ്ങ് ഇന്ത്യ, പിന്നെ അമേരിക്ക. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കണ്ണേട്ടാ, ഞാൻ ഇന്നലെ ന്യൂസിൽ കണ്ടേ ഉള്ളൂ. എന്ത്? അല്ല, അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പൊ ശാരദ ചിക്കൻ മസാല ഇല്ലാതെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല അത്രേ. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കളിയാക്കാൻ. ഈ നാട്ടുകാർ മൊത്തം എന്നെ കളിയാക്കിയപ്പോഴും തളരാതെ പിടിച്ചെന്ന് രണ്ട് കാരണം കൊണ്ടാ. ഒന്നെൻ്റെ അമ്മ, ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചിക്കൻ മസാലയ്ക്ക് അമ്മയുടെ പേരിട്ട്. പിന്നെ നീ തളർന്നു പോയ പല സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നീയാണ്. ആ നീ തന്നെ ഇതൊക്കെ പറയണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതെൻ്റെ അന്നാണ്. അല്ല കണ്ണേട്ടാ, ഞാൻ ചുമ്മാ ഒരു തമാശക്ക് കണ്ണേട്ടനോട് എന്നിങ്ങനെ ഓരോന്ന് പറയുമ്പോ കണ്ണേട്ടനെ വായിന്ന് രണ്ട് ചീത്തയേക്കാൻ വേണ്ടിയല്ലേ. എന്തിന്? എനിക്ക് കണ്ണേട്ടനെ ഇഷ്ടായതുകൊണ്ട്. ഇഷ്ടോ? എന്നോടോ? നിനക്കോ? അതെ, എനിക്ക് കണ്ണേട്ടനെ ഒരുപാട് ഇഷ്ടാ. വെറുതെ അല്ല നാട്ടുകാർ ഓരോന്ന് പറയുന്നു. നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. എന്നിട്ട് കണ്ണേട്ടനെ എന്തൊന്നും മനസ്സിലാവാത്തെ? നീ ഇത് കാര്യമായിട്ടാണോ പറയുന്നത്? ചോദിച്ചതിന് മറുപടി പറ. ആണെങ്കിൽ കാര്യമായിട്ടാണ് ഞാൻ അമ്മോട് പറയട്ടെ, എനിക്കിനി വേറെ പെണ്ണ് നോക്കണ്ടെന്ന്. ആ